ഞാനും ഈ ഒരു പരിപാടി തുടങ്ങാൻ പോകുന്നു. റേജ് ബെയിറ്റിംഗ് ന്യൂസ് ഹെഡ്ലൈൻസ്. ഓക്കെ, ഇത് മീഡിയ വന്നിട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്നു, NIA കസ്റ്റഡിയിലെടുത്ത 3 ഡോക്ടർമാരിനെ അടക്കം 4 പേരിനെ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ എനിക്കും 2-3 പേര് കുറേ പേര് മെസ്സേജ് അയച്ചു, നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാണ്, കുറേ ഡോക്ടർമാരെ വിട്ടയച്ചല്ലോ, അറസ്റ്റ് ചെയ്തവരൊക്കെ വിട്ടയച്ചല്ലോ, അപ്പോൾ പിന്നെ എന്താണ്, തീവ്രവാദികളാണോ ഇവർ, വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സാധനം കാണുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർമാരെ വിട്ടയച്ചു. ഇതിൻ്റെ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഡ് കമൻസിൽ എല്ലാവരും പറയുന്നത്, കണ്ടാ, ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഇത് ഫേക്കാണെന്ന്, ഇവരൊക്കെ കള്ളക്കളിയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. 10,000-2000 കമൻസും ഉണ്ട്, ഒരു 5000 ലൈക്സും ഉണ്ട്, നല്ല വ്യൂസും ഉണ്ട്, കുറേ ഷെയറും ഉണ്ട്. ഇപ്പം അറിയാലോ, ഫേസ്ബുക്ക് നല്ല പേ ഔട്ട് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇമേജസിന്. ഈ വീഡിയോ ഒന്നും ഇട്ടോ 5 രൂപ കിട്ടുന്നില്ല, ഈ റൈറ്റപ്സിനും ഇങ്ങനത്തെ ഇമേജിനും നല്ല പേ ഔട്ട് കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് ഇതൊരു ഫേക്ക് ന്യൂസ് അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ അല്ല. ഇവർ ഈ കമൻസിലെ ആൾക്കാർ ആ ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്തിട്ട് പോലുമില്ല, അവർക്ക് അതിന് സമയമില്ല. ആരും ലിങ്ക് ഞാൻ ഇതുവരെ ഒന്നും അമർത്തി നോക്കിയിട്ടില്ല, ആരും ഇതൊന്നും ചെയ്യില്ല. ഇതല്ല സംഭവം ആക്ച്വലി ന്യൂസ്, ഇത് വേറെ ഒരു ന്യൂസാണ്. പറഞ്ഞുതരാം. ഡൽഹി കാർ ബോംബ് ബ്ലാസ്റ്റിൻ്റെ ടൈം ലൈൻ അറിയാലോ. അതായത് ഈ ഉമർ നബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കാർ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ തന്നെ കുറേ പേരിനെ ഈ ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പേരിനെ ഇവർ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ അറസ്റ്റ് ചെയ്ത 7 പേരുടെ പേരും അവരുടെ ഫോട്ടോസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഇവരിനെ തന്നെ വിട്ടോ, ഏത് തീവ്രവാദികളിനൊക്കെ പിടിച്ചവരിനെ, ഫരീദാബാദ് പിടിച്ചവരിനൊക്കെ വിട്ടോ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല. 10-ാം തീയതി ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞ് 14-ാം തീയതിയും 15-ാം തീയതിയും ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹരിയാനയിലെ വേറൊരു സ്ഥലത്തുനിന്ന് ഈ ഉമർ നബി ആയിട്ട് കുറച്ച് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് ഒരു 7 പേരിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ 3 ഡോക്ടർമാരിനെയും ഒരു ഫെർട്ടിലൈസർ വ്യാപാരിനെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. NIA ചോദ്യമൊക്കെ ചെയ്ത് 3 ദിവസം ചോദ്യം ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വെറുതെ വിട്ടു. അതാണ് ന്യൂസ്. പക്ഷേ ഈ ആൾക്കാർ വിചാരിക്കുന്നത് ഈ മെയിൻ തീവ്രവാദികളെ വെറുതെ വിട്ടു എന്നാണ്. എത്ര രൂപ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ മീഡിയ വണ്ണുകാർ. എന്തിനാ പറഞ്ഞത്, ഞാൻ ഈ വെറുതെ പൈസ വെറുതെ കളയാണ്, ഞാൻ ഇതിന് തുടങ്ങാൻ പോവാ. ഫുൾ റേജ് ബെയിറ്റിംഗ് ഹെഡ്ലൈൻസ് മാത്രമേ ഇനിയുള്ളൂ.